ഗുരുവായൂരിലെ രാഷ്ട്രീയ പോരാട്ടം ഒരു ധർമ്മയുദ്ധമാണെന്നും താൻ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയതെന്നും മറിച്ച് ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാർ ഉയർത്തുന്ന ഗൗരവകരമായ ചോദ്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമാണ് എം.ബി. രാജേഷ് എന്നാരോപിച്ച അദ്ദേഹം ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകളെ അക്കമിട്ട് നിരത്തി. ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾക്ക് മീതെ മണ്ണിട്ട് മൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് നഗരസഭ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ക്ഷേത്രനഗരിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ബാക്ടീരിയ കലരാത്ത കുടിവെള്ളം പോലും നഗരത്തിൽ ലഭ്യമാകുന്നില്ല. മണ്ഡലത്തിലെ പലയിടങ്ങളിലും ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. പ്രഖ്യാപിക്കപ്പെട്ട കുടിവെള്ള പദ്ധതികൾ പലതും നടപ്പിലായില്ല. ഗുരുവായൂരിലെ കിണറുകളിൽ നിന്നും വെള്ളം കോരിക്കുടിക്കാൻ എം.എൽ.എമാരോ ഇടതു വലതുമുന്നണി പ്രവർത്തകരോ തയ്യാറാണോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. ഒരു സമാജത്തിലെ ഒരു വിഷയമെന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ വിഷയമെന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ബാക്ടീരിയ നിറഞ്ഞ കുടിവെള്ളമാണ് ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും മാലിന്യങ്ങൾ തോട്ടിലേക്ക് തുറന്നുവിട്ട് അത് സംസ്കരിക്കാതെ, അത് സംസ്കരണം നടത്താതെ ഈ വഴിക്ക് പോയി വീടുകളിൽ മുഴുവൻ കയറുകയാണ്. തനിക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തുടരാം. തന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ല. കുടിവെള്ള മാലിന്യ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് നിയോജക മണ്ഡലത്തിൽ ദണ്ഡി മാർച്ച് സംഘടിപ്പിക്കും. ഇതിന്റെ തീയതി ഉടൻ പ്രഖ്യാപിക്കും. താൻ എം.എൽ.എ. ആയാൽ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു.